അല്ല, വൺ നേഷൻ വൺ പെൻഷൻ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമല്ല, അത് ഗവൺമെന്റ് വിൻഡേ ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളിപ്പോ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, ഭരിക്കാനൊരു അവസരം തന്നാൽ, BJP NDA സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം വൺ നേഷൻ വൺ പെൻഷൻ ഇമ്പാക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് പെൻഷനേഴ്സിനാണ്. അത് ചെയ്യേണ്ടത് ഗവൺമെന്റ് വിൻഡയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന കാലത്തിൽ EPF ഒരു വലിയ റിഫോം വരാൻ പോകുന്നുണ്ട്. EPF വഴി പെൻഷൻ കിട്ടുന്നവർക്ക് നല്ലൊരു ഇൻക്രീസ് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു കൺഫർമേഷൻ ഒന്നല്ല, മനസ്സിലാക്കേണ്ടത്. അല്ല, നോക്കൂ, ഇപ്പൊ ഈ എലക്ഷന്റെ മുമ്പ് എല്ലാം ഈ കോൺഗ്രസും CPM പ്രചരണം ഇഷ്യൂ ആക്കും. അത് എന്റെ വീടാണോ എന്താണെങ്കിലും അവർ ചെയ്യല്ലോ. അവർക്ക് എന്തിനാ ഞാനൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നത്? അവർക്ക് പോസിറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഓരോരോ ഇഷ്യൂ പറയുന്നു. ഈ മഞ്ചേശ്വരത്തിൽ SDPIന്റെ ഒപ്പം ഒരു ഡീൽ ചെയ്ത പാർട്ടിയാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഒരു മിനിസ്റ്ററായ, വിദ്യാഭ്യാസ മിനിസ്റ്ററായ ഒരു MLA SDPIന്റെ കാല് പിടിച്ച് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ എന്തിനാണ് അവർക്കൊരു പ്രചരണത്തിന്റെ ഒരു അവസരം കൊടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. ഓക്കെ, ഇല്ല, അതും കേട്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം. മറ്റൊരു വിഷയം എന്തെങ്കിലും, ശിവൻകുട്ടിയുടെ വേറെ എന്തെങ്കിലും? ഓക്കെ, അല്ല, അത് സർക്കാർ ഏറ്റെടുത്തു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആരാ പറഞ്ഞേ? എന്തിനാണ് നിങ്ങൾ 1+1=25 ആക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് ഇതിൽ കൃത്യമായി പറയുന്നല്ലോ. അല്ല, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? BJP NDA സർക്കാർ വന്നാൽ എയിംസ് ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കി തരും. അല്ല, BJP NDA സർക്കാർ ഇവിടെ ഇല്ല. അല്ല, ഞങ്ങൾ ചെയ്തു തരും. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതല്ലേ ഫാക്ട്. അല്ല, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ, ഒരു കഴിവുള്ള സർക്കാർ വന്നാൽ, ഇത് കഴിവില്ലാത്ത സർക്കാരല്ല ഇരിക്കുന്നത് 10 കൊല്ലം. അത് മനസ്സിലായിട്ടില്ലേ? ഞാൻ 10 തവണ പറഞ്ഞതാണത്. ഇത് എല്ലാം നോക്കുന്നു. ഞാൻ ഇതിലെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ടാവാൻ പാടില്ല. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്തു വന്ന സർക്കാരാണിത്. ഒന്നും ശരിയായിട്ടില്ല. എന്താണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നോട്ട് ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഈ നാട്ടിലാണ്. ഒന്നും ശരിയായിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോ എയിംസ് പിടിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കണ്ട. ഇവർക്ക് എയിംസ് ആണോ, കടലാക്രമണത്തിന്റെ സീവോളാണോ, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് സത്യം. അപ്പോ അതിനെ മാറ്റാനാണ് BJP NDA ഒരു അവസരം ചോദിക്കുന്നത്. BJP NDA വന്നാൽ ഇതെല്ലാം ഞങ്ങൾ മാറ്റും. പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് അയച്ചു കൊടുക്കണേ. ഇത് എന്ത് കണക്ഷൻ? അല്ല, എന്ത് കണക്ഷൻ? CBI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ CBIന്റെ പ്രോസിക്യൂഷന്റെ പെർമിഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് എന്ത് സർക്കസ് CBI ചെയ്താലും ഗവൺമെന്റ് ഓഫ് കേരളം, പിണറായി വിജയന്റെ സർക്കാർ അതിന്റെ പെർമിഷൻ കൊടുക്കില്ല. വാസുവിനെ സംരക്ഷിക്കും. ഇതും എന്ത് സംബന്ധം? എന്താ കണക്ഷൻ? അല്ല, അത് ഘടകകക്ഷിന്റെ കാൻഡിഡേറ്റ് ആണ്. അപ്പോ അതാണോ അതിന്റെ ഒരു പ്രൂഫ്? ഞങ്ങൾ മത്സരിച്ചാൽ മാത്രമാണോ വാസവൻ കൊള്ളക്കാരനാണെന്ന്
ഞാൻ ഇന്നെ പറയുന്നു. ദേവസ്വം മന്ത്രി അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിലൊരു ആംബിഗ്യൂറ്റി ഉണ്ടാവുമല്ലോ. ദേവസ്വം മന്ത്രി വാസവൻ ജയിലിൽ പോണം. അത് മോദിജി കൊച്ചിയിൽ പറഞ്ഞ മോദിന്റെ ഗ്യാരണ്ടിയാണ്. ഞാനും പറയുന്നു ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ അത് 2020 മത്സരിച്ചാലോ വേറെ ആരെങ്കിലും മത്സരിച്ചാലോ വാസവൻ ജയിലിൽ പോണം. ഇത് ഇനിയിപ്പോ അഭിപ്രായത്തിലല്ലോ അല്ല, അത് അത് താങ്കളുടെ അഭിപ്രായമല്ലേ, അതെങ്ങനെയാണ് ഫാക്റ്റ് ആവുന്നത്? നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവാനും ഒരു അവകാശമുണ്ട്. അല്ല, അത് വിടുന്നു, അത് വേണ്ട. അത് ഞാൻ പറഞ്ഞില്ലേ, താങ്കളുടെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അല്ല, പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. ക്രിമിനൽ ഫൈറ്റ്, ക്രിമിനൽ അഡ്ജുഡിക്കേഷൻ കോർട്സിലാണ്.